നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ത്രില്ലറിൽ യു.ഡി.എഫിന് ഉജ്ജ്വല വിജയം. 2016 മുതൽ കൈവിട്ട മണ്ഡലം ആര്യാടൻ ഷൗക്കത്തിലൂടെ യു.ഡി.എഫ് പിടിച്ചെടുത്തു. 11,432 വോട്ടിന്റെ മികച്ച ഭൂരിപക്ഷത്തിലാണ് യു.ഡി.എഫ് സ്ഥാനാർത്ഥിയുടെ വിജയം. 76,493 വോട്ടുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലും എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് ലീഡ് നേടാനായില്ല. 65,061 വോട്ടുകളാണ് സ്വരാജ് നേടിയത്. സ്വരാജിന്റെ സ്വന്തം പഞ്ചായത്തായ പോത്തുകലിൽ യു.ഡി.എഫ് 800 വോട്ട് ലീഡ് നേടി. സ്വന്തം ബൂത്തിൽ പോലും സ്വരാജ് 40 വോട്ടിന് പിന്നിലായി. അതേസമയം ഒറ്റയ്ക്ക് പൊരുതിയ പി.വി. അൻവർ 19,946 വോട്ട് പിടിച്ച് കരുത്തുകാട്ടി. ഇടത് സ്വതന്ത്രനായി 2016-ലും 2021-ലും വിജയിച്ചേറിയ പി.വി. അൻവർ CPM-മായി തെറ്റിപ്പിരിഞ്ഞതോടെയാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. അതേസമയം ബി.ജെ.പി സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് 8,706 വോട്ടുകൾ മാത്രമേ നേടാനായുള്ളൂ. തുടക്കത്തിൽ എണ്ണിയ വഴിക്കടവ് പഞ്ചായത്ത് മുതൽ പി.വി. അൻവർ ഉയർത്തിയ ഭീഷണി മറികടന്നുകൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്ത് വിജയത്തിലേക്ക് കുതിച്ചത്. ആദ്യം യു.ഡി.എഫ് സ്ഥാനാർത്ഥി ഒന്ന് പതറിയെങ്കിലും ആദ്യ 5 റൗണ്ട് പൂർത്തിയായപ്പോൾ ഭൂരിപക്ഷം 4000-ലെത്തിക്കാൻ കഴിഞ്ഞു. പിന്നീട് ആര്യാടന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഒരിക്കൽ പോലും എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് ലീഡ് നേടാനായില്ല. പോസ്റ്റൽ ബാലറ്റ് എണ്ണി തുടങ്ങിയതു മുതൽ ലീഡ് പിടിച്ച യു.ഡി.എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഒരു ഘട്ടത്തിലും ലീഡ് കൈവിടാതെ മുന്നേറി. അതേസമയം യു.ഡി.എഫ് പ്രതീക്ഷിച്ച ലീഡ് വഴിക്കടവിൽ ലഭിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്.